Hi, hello, welcome back to the channel. UGC NET examinde paper 1 topics ആണ് നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡിലെ ആവറേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ആവറേജ് എന്താണ്, ആവറേജിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ ആവറേജ് കാണാനുള്ള ഫോർമുല അല്ലെങ്കിൽ ഇക്വേഷൻ നമ്മൾ കണ്ടു. അതിന്റെ കൂടെ തന്നെ നമ്മൾ ആവറേജിൽ നിന്ന് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനാണ് പോകുന്നത്. ഇന്നത്തെ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളുടെ എക്സാമിന് വരുന്ന തരത്തിലുള്ളതല്ല, എന്നാലും ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളുടെ എക്സാമിന് വന്ന് കാണാറുണ്ട്. അടുത്ത വീഡിയോയിലാണ് നമ്മൾ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളുടെ UGC നെറ്റ് എക്സാമിന് ചോദിച്ച് കാണാറുള്ള ആവറേജിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കാണാൻ പോവാണ്. നോക്കാം. What is the average of odd numbers up to 100? ചോദ്യം എങ്ങനെയാണ്? Average of odd numbers up to 100. 100 വരെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സും എടുക്കാം. ഓഡ് നമ്പേഴ്സ് അപ് ടു ശ്രദ്ധിക്കണം, അപ് ടു 100 അല്ലേ? അതായത് നിങ്ങൾക്ക് 100 മുൻപ് വരുന്ന എല്ലാ ഓഡ് നമ്പേഴ്സും, ഓക്കെ, എല്ലാ ഓഡ് നമ്പേഴ്സും എടുത്ത് നോക്കുന്ന സമയത്തേക്ക് ഇങ്ങനെ ഓർത്താൽ മതി. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ എത്ര എണ്ണം ഉണ്ടാവും? 50 അല്ലേ ഇതിന്റെ ഇടയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ആൻസർ ശരിക്കും പറഞ്ഞാൽ 50 അവിടെ തന്നെ നിങ്ങൾക്ക് കിട്ടും. അതായത് 100 വരെയുള്ള ഓഡ് നമ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ 100ൽ 50 ഈവൻ നമ്പറും ഉണ്ടാവും, 50 ഓഡ് നമ്പറും ഉണ്ടാവും. അപ്പൊ ടോട്ടൽ 100ന്റെ ഉള്ളിലുള്ള ഓഡ് നമ്പേഴ്സിന്റെ എന്താണ് ആവറേജ് എന്ന് പറയുന്നത് 50 ആയിരിക്കും. കാര്യം 50 ഓഡ് നമ്പേഴ്സ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇതല്ലാണ്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യണം എന്നാണെങ്കിൽ എന്താണ്, ഇങ്ങനെയാണ് വരിക. അതായത് 1 തൊട്ട് 99 വരെയുള്ള കണക്കെടുക്കുക. അതായത് അപ് ടു 100 ആണ്. അപ് ടു 100 എന്ന് പറയുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ് ടു 100 ആണെങ്കിൽ അവിടെ എന്താണ് ശ്രദ്ധിക്കണം, 99 വരെയുള്ള നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. 100 എടുക്കാൻ പാടില്ല. കാര്യം അപ് ടു എന്ന് പറയുന്ന ഒരു ടേം വരുന്നുണ്ട്. ഇനി 99 വരെയുള്ള എല്ലാ ഓഡ് നമ്പേഴ്സ് നമ്മൾ നോക്കുകയാണെന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ട് ഇവിടെയും റിപ്പീറ്റഡ്ലി ഒരു പാറ്റേൺ വരുന്നില്ലേ? കണ്ടില്ലേ? 97ഉം 99ഉം തമ്മിൽ 2ന്റെ വ്യത്യാസമുണ്ട്. 1ഉം 3യും തമ്മിൽ 2, 3യും 5ഉം തമ്മിൽ 2. കാര്യം ഓഡ് നമ്പേഴ്സ് ആണ്. അവിടെ എന്താണ്, അതിനൊരു പാറ്റേൺ ഉണ്ട്. അങ്ങനെ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ഒത്തിരി നമ്പേഴ്സ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മിഡിൽ വാല്യൂ കണ്ടെത്താന്ന്, ഇതിൽ മിഡിൽ വാല്യൂയിൽ വരുന്നത് 50 ആയിരിക്കും. പക്ഷേ ഇതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. അതായത് ഈ ഹയസ്റ്റ് വാല്യൂ ഉണ്ടല്ലോ, ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ ബൈ 2. ഒത്തിരി നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിന്റെ ആവറേജ് കാണാനായിട്ട് ഹയസ്റ്റ് വാല്യൂ, തന്നിരിക്കുന്ന X നമ്പർ ഓഫ് ഒബ്സർവേഷൻസിന്റെ ആദ്യത്തെ നമ്പറും ലാസ്റ്റത്തെ നമ്പറും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അതിന്റെ ആവറേജ് കണ്ടെത്താൻ പറ്റും. അതായത് ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 2. 99 പ്ലസ് 1 ബൈ 2, അതായത് 100 ബൈ 2. ആൻസർ എത്രയാണ്? 50 ആണ് ആൻസർ വരിക. മനസ്സിലായോ? അപ്പൊ ഇത് ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഷോർട്ട് കട്ട് പോലെയാണ്. നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ ഒത്തിരി, ഇതിപ്പം ഓഡ് നമ്പേഴ്സ് അപ് ടു 100 എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം എഴുതി സം ചെയ്ത് അതിന്റെ ഇടയിൽ ടോട്ടൽ നമ്പർ എഴുതിയിട്ടൊക്കെ അതിന്റെ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതിനുള്ള എളുപ്പ വഴിയാണ് ഇങ്ങനെ ഒത്തിരി നമ്പേഴ്സിന്റെ ഒരു ആവറേജ് കാണാൻ പറയുകയാണെങ്കിൽ അപ്പൊ ഓർത്തോളാം എന്താണ് ഇങ്ങനെ എഴുതുക. അതില് ഫസ്റ്റ് നമ്പറിന്റെയും ലാസ്റ്റ് ഒക്കർ ചെയ്യുന്ന നമ്പറിന്റെയും, അതായത് ഹയസ്റ്റ് വാല്യൂന്റെയും ലോവസ്റ്റ് വാല്യൂന്റെയും സം എടുത്തിട്ട് അത് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതാണ് അതിന്റെ ആൻസർ. ഇവിടെ ആൻസർ 50 ആണ് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആവറേജ് ഓഫ് ഓൾ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 ആൻഡ് 120. അപ്പൊ എത്രയാണ്? ഓൾ ഈവൻ നമ്പേഴ്സ് അല്ലെ? ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 ആൻഡ് 120 എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിക്കണം, ബിറ്റ്വീൻ ആണ്. നേരത്തെ അപ് ടു എന്ന് പറഞ്ഞപ്പോ 100 വരെ ഉള്ളത് എടുത്തു. അതായത് 99 എന്ന് പറയുന്ന നമ്പറിൽ നമ്മൾ എൻഡ് ചെയ്തായിരുന്നു. കാര്യം അപ് ടു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതിൽ ഏത് വാല്യൂവിൽ തുടങ്ങണം എന്ന് നമുക്ക് വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം അപ് ടു 100 എന്ന് പറയുമ്പോൾ അത് 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാമായിരുന്നു.
ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ബിറ്റ്വീൻ 100 and 120 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിറ്റ്വീൻ 100 and 120 ആണെങ്കിൽ എന്താണ്, 100നും 120നും ഇടയിലുള്ള നമ്പേഴ്സ് ആണ്. അതായത് അവിടെ 100 ഇൻക്ലൂഡഡ് അല്ല, അതുപോലെ തന്നെ 120ഉം ഇൻക്ലൂഡഡ് അല്ല. നമ്മൾക്ക് എങ്ങനെയായിരിക്കും നമ്മളുടെ ആൻസർ അല്ലെങ്കിൽ നമ്മളുടെ ഒബ്സർവേഷൻസ് എങ്ങനെയാ നമ്മൾ കണ്ടെത്തുക? 100 കഴിഞ്ഞിട്ട് വരുന്ന ഈവൻ നമ്പർ, ക്വസ്റ്റ്യനിൽ ഈവൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഓൾ ഈവൻ നമ്പേഴ്സ് ബിറ്റ്വീൻ 100 and 120 ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 100 കഴിഞ്ഞിട്ട് വരുന്ന ഈവൻ നമ്പർ എത്രയാണ്? 102 ആണ് അല്ലെ. അത് കഴിഞ്ഞാൽ 104 വന്നു, പിന്നെ ഇത്ര നമ്പർ വരും, പിന്നെ എത്ര 120 ആണ്. 120ക്ക് മുൻപ് വരുന്ന ഈവൻ നമ്പർ എത്രയാണ്? 118 അല്ലേ. നമുക്കിവിടെ ഓൾറെഡി എന്താണ് ഹയസ്റ്റ് വാല്യൂ ലോവസ്റ്റ് വാല്യൂവും കിട്ടിയില്ലേ? അതായത് 118. നമുക്കറിയാം എന്താണ് ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ആണ് നമ്മളുടെ ആൻസർ എന്ന് നമുക്കറിയാം, ആവറേജ് എന്ന് അറിയാം. അപ്പൊ നോക്കാണ് ഇവിടെ ഹയസ്റ്റ് വാല്യൂ 118 ആണ് പ്ലസ് ലോവസ്റ്റ് വാല്യൂ 102 ആണ് ഡിവൈഡഡ് ബൈ 2. ഇതാണ് വരിക. അതായത് 118 പ്ലസ് 102 220. ആൻസർ എത്രയാണ്? 220 ഡിവൈഡഡ് ബൈ 2, അതായത് 110. ഇതാണ് അതിന്റെ ആൻസർ, 110. ഇനി ഈ 100ഉം 120ഉം വരുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇടയിൽ എത്രയാണ് ഒരു ഇതിന്റെ മിഡിലായിട്ട് വരുന്ന നമ്പർ 110 ആയിരിക്കില്ലേ? ഈ 100ഉം 120 വരെയുള്ള നമ്പേഴ്സ് എല്ലാം എടുത്ത് എഴുതിയാൽ പോലും അതിന്റെ മിഡിൽ വാല്യൂ വരുന്നത് എത്രയാണ്? 110 ആയിരിക്കില്ലേ? 110 മുൻപ് 10 ഇങ്ങോട്ടും 10 അങ്ങോട്ട് അല്ലെ. അപ്പം എന്താണ് മിഡിൽ വാല്യൂ? അപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ ഫസ്റ്റ് ഒബ്സർവേഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടും, 110 ആണെന്ന് കിട്ടും. പക്ഷെ നമ്മൾ ഒന്നുകൂടി അതൊന്ന് ആക്യുറേറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമുല നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഫോർമുല നിങ്ങൾക്ക് മിക്ക ക്വസ്റ്റ്യൻസിനും നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ്. ഒരു ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത്. നിങ്ങൾ ഇവിടെ ആൻസർ നോക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 110 ആണ്. 100നും 120ക്കും ഇടയിലുള്ള ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് നോക്കുമ്പോൾ അത് 110 ആണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ഓൾ നമ്പേഴ്സ് ബിറ്റ്വീൻ 10 and 100 which are divisible by 6. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. 10നും 100നും ഇടയിൽ അല്ലെ, 10 കഴിഞ്ഞിട്ട് 100ന് മുൻപ്, അതാണ് ബിറ്റ്വീൻ വരുന്നത് അല്ലെ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ രണ്ടും എടുക്കാൻ പാടില്ല, ഇതിനിടയിൽ വരുന്ന വാല്യൂസ് ആണ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അതായത് 10 കഴിഞ്ഞിട്ട് വരുന്നതും 100ന് മുൻപ് ആയിട്ട് വരുന്നതുമായിട്ടുള്ള നമ്പേഴ്സ്, ഇതാണ് നമ്മൾ കാണേണ്ടത്. ഇനി ഈ നമ്പേഴ്സിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഇതെല്ലാം അതായത് 10നും 100നും ഇടയിലുള്ള 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ്. 6 കൊണ്ട് ഡിവിസിബിൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, അവിടെ ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഒരു പാറ്റേൺ വരും. കാര്യം ഓരോ നമ്പറും തമ്മിൽ എത്രയാണ് 6 എന്ന് പറയുന്ന വാല്യൂവിന്റെ ഡിഫറൻസ് ഉണ്ടാവും. 6 കൊണ്ട് ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വരുന്ന ഓരോ വാല്യൂവിനും ഇടയിൽ 6 എന്ന് പറയുന്ന നമ്പറിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാകും. നമുക്ക് അവിടെ ഒരു കോമൺ പാറ്റേൺ കിട്ടി. അതായത് 10 കഴിഞ്ഞിട്ട് 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള ഏത് നമ്പറാ വരുന്നത്? 10 കഴിഞ്ഞാൽ 11 ഡിവിസിബിൾ ആണോ? അല്ല, 12 ഡിവിസിബിൾ ആണ് അല്ലെ. നമ്മളുടെ ലോവസ്റ്റ് വാല്യൂ ഓൾറെഡി കിട്ടി 12. അത് കഴിഞ്ഞിട്ട് പിന്നെ 100ന് മുൻപ് വരുന്ന 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ ഏതാണ്? 99 എന്തായാലും വരില്ല, 98 വരും. 98 ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാ വരിക? 98 എന്ന് പറയുമ്പോൾ 38 ഡിവിസിബിൾ അല്ല. പിന്നെ അത് ഏതാ? 96 വരികയാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും. കാര്യം ഇവിടെ 36 വന്നാൽ കറക്റ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ 96 ഡിവിസിബിൾ ആണോ നോക്കാം. 3 വന്നു, 36 വന്നു. അപ്പൊ 36 into 6 into 6 ആണ് 36. അപ്പൊ 96 ഡിവിസിബിൾ ആണെന്ന് നിങ്ങൾക്ക് കിട്ടി. ഓക്കെ, 96. അതായത് ഇതാണ് നമ്മളുടെ ഹയസ്റ്റ് വാല്യൂ, ഇത് നമ്മളുടെ ലോവസ്റ്റ് വാല്യൂ ആണ്. അതായത് 96 പ്ലസ് 12 എത്രയാണ്? 8. 108. 108 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 54 ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? 54 ആണ്. 10നും 100നും ഇടയിൽ 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പേഴ്സ് എടുത്ത് വെച്ചിട്ട്
അതാണ് നമ്മളുടെ ഈ കാണുന്ന സെറ്റ് ഓഫ് വാല്യൂ കേട്ടോ. ആ നമ്പേഴ്സിന്റെ എല്ലാം ആവറേജ് എത്രയാണെന്ന് ചോദിക്കുകയാണ്. നമ്മൾ എന്താണ് 10 കഴിഞ്ഞിട്ട് ആദ്യം വരുന്ന 6 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള നമ്പർ 12 ആണ്. 100ന് മുൻപ് വരുന്നത് 96 ആണ്. അങ്ങനെ നമ്മൾക്ക് ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും കിട്ടി. അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ സം കണ്ടിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യാണ്. ആൻഡ് നമ്മൾക്ക് ആൻസർ അവിടെ 54 എന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി ആവറേജ് ഓഫ് ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4. അതായത് ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സാണ് പറയുന്നത്. ഡിവിസിബിൾ ബൈ 4 എന്ന് പറയുന്നുണ്ട് അല്ലെ. നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം അല്ലെങ്കിൽ ഏത് നമ്പറിൽ അവസാനിക്കണം എന്ന് അവിടെ പറയുന്നില്ല. ഫസ്റ്റ് 10 ഈവൻ നമ്പേഴ്സ് ഡിവിസിബിൾ ബൈ 4. അപ്പൊ ഫസ്റ്റ് 10 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത് 1 നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന 4 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള 10 നമ്പേഴ്സ് എടുക്കുക, ഈവൻ നമ്പേഴ്സ് എടുക്കുക. അതിന്റെ എന്താണ് ആവറേജ് കാണാം. ഇതാണ് നമ്മളുടെ ചോദ്യം. അതായത് നമ്മൾ നോക്കുകയാണ്, ആദ്യത്തിന് എന്തായാലും 4 ആയിരിക്കും അല്ലെ. പിന്നെ നിങ്ങൾ 10 എണ്ണം ഇങ്ങനെ എഴുതി നോക്കേണ്ടി വരും. 4 കഴിഞ്ഞാൽ 8, 8 കഴിഞ്ഞാൽ 12, അങ്ങനെ 10 എണ്ണം കണ്ടെത്തണം. അതിനേക്കാളും നല്ലൊരു എളുപ്പ വഴിയുണ്ട്. അതായത് 4നെ സിൻസ് നമ്മൾ ഇത് ആദ്യമേ തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതിനെ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വെച്ച് നോക്കിയാൽ പോരെ. അപ്പൊ 4 into 1 എന്ന് പറയുന്നതായിരിക്കും ഇവിടുത്തെ ആദ്യത്തെ നമ്പർ. അതുപോലെ തന്നെ 4 into 10 ആയിരിക്കില്ലേ ഇതിന്റെ അവസാനത്തെ നമ്പർ. മനസ്സിലായോ? അപ്പം തുടക്കം, അതായത് 1 into 4 എന്ന് പറഞ്ഞാൽ 4 അല്ലേ. അപ്പൊ ആ 4 എന്ന് പറയുന്നിടത്തു നിന്നല്ലേ നമ്മളിത് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 1 into 4 എന്ന് പറയുന്നത് പോലെ തന്നെ 10 into 4 ആയിരിക്കും ഇതിന്റെ 10th നമ്പർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു പാറ്റേൺ കിട്ടി. ആ പാറ്റേൺ നോക്കുമ്പോൾ എന്താണ്, നമ്മൾക്ക് ലോവസ്റ്റ് വാല്യൂ 4 കിട്ടി, ഹയസ്റ്റ് വാല്യൂ 40 കിട്ടി, ഡിവൈഡഡ് ബൈ 2 ചെയ്യണം. ആൻസർ 44 ഡിവൈഡഡ് ബൈ 2 ആണ്. നമ്മളുടെ ഫൈനൽ ആൻസർ എത്രയാണ്? 22 ആണ്. ഓക്കെ, ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദി ആവറേജ് ഓഫ് 1, 3, 5, 7, 9 to 15 ടേംസ് ഈസ്. ഇവിടെ എന്താണ്, നമുക്ക് ഒരു സെറ്റ് ഓഫ് നമ്പർ തന്നിട്ടുണ്ട്. എന്നിട്ട് അത് തുടങ്ങുന്ന നമ്പറൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എൻഡിങ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു nth ടേം ആയിട്ടാണ് നമ്മൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് 1, 3, 7 5 അല്ലെ. 1, 3, 5, 7, 9 nth ടേം അല്ലെ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ആ n കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളുടെ ആദ്യത്തെ ടാസ്ക്. അപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു സീക്വൻസിന്റെ നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ പഠിച്ചിട്ടുണ്ടാവൂലേ. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസിലും AP ഉണ്ട് അല്ലെ. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്. ഓരോന്നും ഒരു പെർട്ടിക്കുലർ കോമൺ ഡിഫറൻസ് വെച്ചിട്ടാണ് പ്രോഗ്രസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഒരു AP അല്ലെങ്കിൽ ഈ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ തന്നിട്ട് അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നമ്പർ, ഇങ്ങനെ കോമൺ ഡിഫറൻസ് ഉള്ള ഒരു സെറ്റ് ഓഫ് നമ്പർ തന്നിട്ട് അതിന്റെ nth ടേം കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഫോർമുല ഉണ്ട്. a+n-1 into d. ഇതാണ് ഫോർമുല. a+n-1 into d. അപ്പൊ ഇങ്ങനെ എന്താണ്, nth ടേമിൽ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ nth ടേം കണ്ടെത്തണം. നമുക്കിവിടെ nth ടേം എത്രയാണെന്ന് പറഞ്ഞിരിക്കുന്നത്? n എന്ന് പറയുന്നത് 15 ആണ് അല്ലെ. അപ്പൊ അതെങ്ങനെയാ കാണുക? ഇവിടെ എങ്ങനെയാ കാണുക? a എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലോവസ്റ്റ് വാല്യൂ ആയിരിക്കും കേട്ടോ. a എന്ന് പറയുന്നത് നമ്മൾ തുടങ്ങുന്ന നമ്പർ അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ ആണ് a. 1 പ്ലസ് n എത്രയാണ്? 15. 15 - 1 ഇൻറ്റു d. d എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ആണ്, ഇതിന്റെ വ്യത്യാസം. ഡിഫറൻസ് എത്രയാണ്? 1ന്റെയും 2ന്റെയും ഇടയിലുള്ള വ്യത്യാസം എത്രയാണ്? 2 ആണ്. ഇതിന്റെയും 2 ആണ്. അപ്പൊ ഇതിനൊരു പ്രോഗ്രഷൻ അല്ലെങ്കിൽ ഒരു AP ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ d എന്ന് പറയുന്നത് 2 ആണ്. 1 പ്ലസ് 14 ഇൻറ്റു 2, അതായത് 1 പ്ലസ് 28, 29 ആയിരിക്കും n എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളുടെ ആൻസർ എത്രയായിരിക്കും? 29 ആയിരിക്കും. ഇനി നമ്മളോടുള്ള ചോദ്യം എന്താണ്? ആവറേജ് കാണാനല്ലേ. അതായത് ഹയസ്റ്റ് വാല്യൂ 29 കിട്ടി, പ്ലസ് ലോവസ്റ്റ് വാല്യൂ 1 ആണ്, ബൈ 2, 30/2. ആൻസർ എത്രയാണ്? 15. ഇതാണ് ആൻസർ. മനസ്സിലായില്ലേ?
അതായത് nth ടേം ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ഒരു ഫോർമുല, അതായത് a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഫോർമുല വെച്ചിട്ട് ആദ്യത്തെ ടാസ്ക് നിങ്ങൾ ചെയ്യേണ്ടത് nth ടേം, അതായത് n എന്ന് പറയുന്ന നമ്പർ വെച്ചിട്ട് nth ടേം നിങ്ങൾ കണ്ടെത്തണം. ആ nth ടേം ആയിരിക്കും മിക്കപ്പോഴും നിങ്ങളുടെ ഹയസ്റ്റ് വാല്യൂ. ആ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ആൻസർ 15 കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാണ്. ദി ആവറേജ് ഓഫ് 5 consecutive numbers is 24. Find the highest value. Average of 5 consecutive numbers is 24. Find the highest value. ഇതാണ് ചോദ്യം. അപ്പൊ 5 consecutive numbers എന്ന് പറയുമ്പോഴേ ഇതിൽ ഏതൊക്കെയാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ്, അതായത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എവിടെ എൻഡ് ചെയ്യണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ സപ്പോസ് 5th നമ്പർ നമ്മൾക്ക് അറിയാവുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ എന്താണ്, അതിന് മുൻപുള്ള ഒരു 4 എന്തെങ്കിലും കോമൺ ഡിഫറൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ അത് സാധിക്കില്ലല്ലോ. ഇപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മള് സാധാരണ ഒരു കോമൺ ആവറേജിന്റെ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതായത് നിങ്ങളുടെ വാല്യൂ എന്ന് പറഞ്ഞാല് ആദ്യത്തെ നമ്പർ എക്സ് ആയിരിക്കും, അടുത്ത കോൺസിക്യൂട്ടീവ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് 1 ആയിരിക്കും. അപ്പൊ അടുത്തത് എക്സ് പ്ലസ് 2 ആയിരിക്കും, എക്സ് പ്ലസ് 3 ആയിരിക്കും, ആൻഡ് എക്സ് പ്ലസ് 4 ആയിരിക്കും. കാര്യം 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് അല്ലേ, 1 2 3 4 5 ഇതായിരിക്കും നിങ്ങളുടെ നമ്പേഴ്സ്. ആവറേജ് എങ്ങനെയാ കാണാം? സം ബൈ ടോട്ടൽ അല്ലേ. അതായത് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് പ്ലസ് 2 പ്ലസ് എക്സ് പ്ലസ് 3 പ്ലസ് എക്സ് പ്ലസ് 4 ഡിവൈഡഡ് ബൈ എന്താണ്, 5 നമ്പേഴ്സ് അല്ലേ, 5. അതായത് 1 2 3 4 5 5x പ്ലസ് 1 പ്ലസ് 2 3 ആണ്, 3 പ്ലസ് 3 6 ആണ്, 6 പ്ലസ് 4 10 ആണ്. 5x പ്ലസ് 10 ബൈ 5 ആയിരിക്കും. എത്ര? ഇതിന്റെ ആവറേജ് ഓൾറെഡി തന്നിട്ടില്ലേ 24 എന്ന്. നമ്മളെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ആവറേജ് ഓഫ് 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഇസ് 24. അതായത് സം ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ആവറേജ് ആണ്. അതായത് 5x പ്ലസ് 10 ബൈ 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ കയ്യിലുള്ള ആവറേജ് ആണ്, 24 ആണ് അല്ലെ. ഇതിന് എക്സ് കണ്ടെത്തണം. ഈ 24 × 5 ഇങ്ങോട്ട് കൊണ്ടുപോയി. ഓക്കെ, 24 × 5 എത്രയാണ്? 20 × 5 100 പ്ലസ് 4 × 5 20. അതായത് 100 പ്ലസ് 20 120 അല്ലെ. 120 ഈക്വൽസ് 5x പ്ലസ് 10. ഓക്കെ, അതായത് 5x നോക്കുകയാണെങ്കിൽ 120 ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും അല്ലെ, 110. എക്സ് എന്ന് പറഞ്ഞാൽ 110 ഡിവൈഡഡ് ബൈ 5 ആണ്. 110 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 22 ആണ്. നിങ്ങൾക്ക് ഇവിടെ ആൻസർ എത്രയാണ് കിട്ടുന്നത്? 22 ആണ് കിട്ടുന്നത്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്മൾക്ക് ഇതിൽ ഹയസ്റ്റ് വാല്യൂ കിട്ടണം അല്ലെ. ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ ഉണ്ടാവുക? എക്സ് പ്ലസ് 4 അല്ലേ. നിങ്ങൾക്ക് ഇവിടെ എക്സ് എത്രയാണ്? 22 അല്ലേ. 22 പ്ലസ് 4 എത്രയാണ്? 26 ആണ്. അപ്പൊ അതിന്റെ ആൻസർ എത്രയാണ്? 26 ആണ്. ഇനി ഇത് നിങ്ങൾക്ക് നോർമലി ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് ആൻസർ 26 കിട്ടും. ഓക്കെ, ഇനി ഇതിലും എളുപ്പത്തിൽ വേറൊരു സാധനം ചെയ്യാം. അതെങ്ങനെയാണ്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 5 അല്ലേ. 5 നമ്പേഴ്സ് എന്തായാലും എഴുതി വെക്കാൻ എളുപ്പമല്ലേ. അതിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 24 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നിങ്ങളുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ് നമ്പർ ആണ് തന്നിരിക്കുന്നത്, അതിനൊരു പാറ്റേൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന്റെ ഏത് സെറ്റ് ആണോ അതിന്റെ മിഡിൽ വാല്യൂ ആയിരിക്കും നമ്മളുടെ ആവറേജ്. നമുക്ക് ഓൾറെഡി 24 കിട്ടി. പിന്നെ 5 നമ്പേഴ്സ് ആണുള്ളത്. മുന്നിലേക്ക് 2 ഉണ്ടാവും, പിന്നിലേക്ക് 2 ഉണ്ടാവും. 24 കഴിഞ്ഞാൽ 25, 25 കഴിഞ്ഞാൽ 26. ഇതാണ് ആൻസർ. എളുപ്പത്തിൽ കിട്ടിയില്ലേ? അപ്പൊ കോമൺ സെൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഈ ഒരു ആൻസർ കണ്ടെത്താൻ പറ്റും. അതായത് നിങ്ങൾക്ക് 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്, അപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന്റെ എന്താണ്, അതിനൊരു പാറ്റേൺ ഉണ്ടെന്ന് മനസ്സിലായി. അതിന്റെ ആവറേജ് കാണാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഡിൽ നമ്പർ ആയിരിക്കും. അതിന് ഓൾറെഡി ഇവിടെ ആവറേജ് തന്നിട്ടുണ്ട്, അത് 24 ആണ്. 24 കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത രണ്ടാമത് വരുന്ന നമ്പർ ആയിരിക്കും അതിന്റെ ഹയസ്റ്റ് വാല്യൂ. ഓക്കെ, ഇങ്ങനെ എളുപ്പത്തിൽ നമുക്കത് സോൾവ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ദി ആവറേജ് ഓഫ് 25 consecutive numbers is 30. Find the smallest. അപ്പൊ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 25 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ.
25 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒത്തിരി ഉണ്ടാവും. അപ്പൊ നമ്മൾ നേരത്തെ 5 ആയതുകൊണ്ടാണ് അങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചത്. ഇനി നേരത്തെ നമ്മൾ ചെയ്തപ്പോ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലേ, എക്സ് കഴിഞ്ഞിട്ട് പിന്നെ കോൺസിക്യൂട്ടീവ് ആയതുകൊണ്ട് x+1 ആണ്. അങ്ങനെ നമുക്ക് 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് പറഞ്ഞ സമയത്ത് അതിന്റെ ഹയസ്റ്റ് വാല്യൂ x+4 ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. അതായത് എന്താണ് ഇതിന്റെ ഈ +4 എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഗ്യാപ്പ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ 5 നമ്പേഴ്സിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആയിരിക്കും. അപ്പൊ 10 നമ്പേഴ്സ് ചോദിച്ചിട്ട് അതിന്റെ ഹയസ്റ്റ് വാല്യൂ എടുക്കാൻ പറയുമ്പോ അവിടെ 9 അല്ലേ ഈ ഒരു ഭാഗത്ത് വരിക. അതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 9 ഗ്യാപ്സ് ആയിരിക്കും. കത്തിയോ? അപ്പൊ 25 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ചോദിച്ചിട്ട് ഈ 25 നമ്പേഴ്സിന്റെ ഫൈനൽ ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? x+24 ആയിരിക്കും അല്ലെ. അതിന് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്, അപ്പൊ +1 ആയിട്ടാണ് വരിക. അതുകൊണ്ടാണ് 25 - 1 വന്നത്. അതിന്റെ ഇവിടെ x+24 ആയത്. കത്തിയോ? ഈ ഗ്യാപ്പിൽ ഇനി കൺഫ്യൂഷൻ വരണ്ട, ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. അതായത് 5 നമ്പേഴ്സിന് പറയുകയാണെങ്കിൽ x+1, x+2, x+3, x+4 ഇതല്ലേ 5 നമ്പേഴ്സ്. 1, 2, 3, 4, 5 നമ്പേഴ്സ് ആയില്ലേ. ഇതിന്റെ ഗ്യാപ്സ് എത്ര നമ്പേഴ്സ് ഉണ്ടാവും ഓർത്താൽ മതി. 1, 2, 3, 4. മനസ്സിലായോ? ഇതാണ് ഗ്യാപ്സ്. അപ്പൊ നിങ്ങൾക്ക് 5 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഈ 5 - 1 ആയിരിക്കും ഇതിന്റെ ഗ്യാപ്പ് വരുന്നത്. അല്ലെങ്കിൽ ഇതിൽ എത്ര ഗ്യാപ്സ് വരുന്നുണ്ട്? 4 ഗ്യാപ്സ് ആണ് വരുന്നത്. അപ്പൊ ഒരു കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള ഒരു സീരീസ് ഓഫ് നമ്പേഴ്സ് തന്നിട്ട് അതിന്റെ ഗ്യാപ്സ് കാണുന്നത് എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, അതിൽ എത്ര കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഉണ്ടോ ആ നമ്പർ -1 ആയിരിക്കും അതിന്റെ ഗ്യാപ്പ്. ഇനി ഒരു 38 നമ്പറാണ് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ ഒരു ഹയസ്റ്റ് വാല്യൂ കാണാൻ പറയുകയാണെങ്കിൽ ഇതിന്റെ ഗ്യാപ്സ് എത്രയായിരിക്കും? 38 - 1 ആയിരിക്കും, അതായത് 37 ആയിരിക്കും അല്ലെ. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 25 ആണ് അല്ലെ. 25 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഈ 25 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിന്റെ ഗ്യാപ്സ് എത്രയായിരിക്കും? 24 ആയിരിക്കും. ഗ്യാപ്സ് എന്ന് പറഞ്ഞാൽ ഓരോന്നും തമ്മിലുള്ള എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ ആ ഒരു ലക്യൂണേനെയാണ് നമ്മൾ ഗ്യാപ്സ് എന്ന് പറയുന്നത്. അതായത് ഇതിന്റെ ഇടയിലുള്ള, അതായത് എക്സ് ഉണ്ടാവും, ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ വരുന്നുണ്ടാവും അല്ലെ, x+1 ഉണ്ടാവും. അപ്പൊ ഇതാണ് നമ്മുടെ ഗ്യാപ്പ്. അപ്പം ഈ 24 എന്ന് പറയുന്ന സമയത്ത്, അതായത് 25 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൽ 24 ഗ്യാപ്സ് ഉണ്ട് എന്ന് പറയുന്നിടത്ത് ആലോചിക്കുക എത്ര ഗ്യാപ്പുകൾ ഉണ്ടാവും? 24 ഗ്യാപ്പുകൾ ഉണ്ടാവും അല്ലെ. 24 ഇങ്ങനത്തെ ഗ്യാപ്പുകൾ ഉണ്ടാവും. ഇതിന്റെ ആവറേജ് എങ്ങനെയാ കാണുക? നമ്മൾക്ക് ഇവിടെ ഒരു ആവറേജ് x ആണെന്ന് വിചാരിക്കാം. ഈ ആവറേജ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു 12 ഗ്യാപ്സ് ഉണ്ടാവും, മുൻപിലോട്ട് 12 ഗ്യാപ്സ് ഉണ്ടാവും. കത്തിയോ? നമ്മളുടെ ആവറേജ് ഇവിടെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ മിഡിലിൽ പ്ലേസ് ചെയ്യാണ്. കാര്യം മിഡിൽ തന്നെ വരുള്ളൂ, ബിക്കോസ് അതെന്താണ്, ഒരു കോൺസിക്യൂട്ടീവ് സീരീസ് ആണ്, നമ്പറിന്റെ സീരീസ് ആണ്. അപ്പം എന്താണ്, മിഡിലാണ് നമ്മളുടെ ആവറേജ് വരിക. അപ്പൊ 24 ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആവറേജിൽ നിന്ന് 12 പുറകിലോട്ടും 12 മുൻപിലോട്ടും ഉണ്ടാവും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നടുക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ആവറേജ് 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആവറേജ് 30 ആണ്. പിന്നെ ഇത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സും ആണ് അല്ലെ. അപ്പം ആവറേജ് 30 ആണെങ്കിൽ ഹയസ്റ്റ് വാല്യൂ എത്രയായിരിക്കും? 30 + 12 അല്ലേ, അതായത് 42. ലോവസ്റ്റ് ആണെങ്കിലോ 30 - 12 അല്ലേ, അതായത് 18. ആൻസർ എത്രയായിരിക്കും നിങ്ങളുടെ? ഹയസ്റ്റ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ 42 ആണ്. ലോവസ്റ്റ് വാല്യൂ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആൻസർ എത്രയാണ്? 18 ആണ്. കത്തിയോ? അതായത് ആദ്യം തന്നെ നമ്മൾ ഗ്യാപ്സ് കണ്ടെത്തി, എന്നിട്ട് ആ ഗ്യാപ്സിന്റെ നടുക്ക് കൊണ്ടുവന്ന് നമ്മളുടെ ആവറേജിനെ പ്ലേസ് ചെയ്തു. നമ്മൾ പറഞ്ഞു ആവറേജ് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മളുടെ ഗ്യാപ്സിന്റെ പകുതി ഗ്യാപ്സ് പുറത്തോട്ടും പകുതി ഗ്യാപ്സ് മുന്നിലോട്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ നമ്പർ ഓഫ് ഗ്യാപ്സിനെ നമ്മൾ ഈ ആവറേജിൽ നിന്ന് മൈനസ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടെ നമ്മളുടെ ലോവസ്റ്റ് നമ്പർ കിട്ടിയത്. ഇനി
മൈനസ് ചെയ്യാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ലേ? മുൻപിലേക്കാ പോകുന്നത്, അതായത് ബാക്കിലോട്ടാ പോകുന്നത്, മുൻപിലേക്കല്ല പുറകിലോട്ടാ പോകുന്നത്. ഈ നമ്പറിന്റെ പുറകിലോട്ടാ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്താണ് മൈനസ് ചെയ്തത്. ഇനി ഈ 12 തന്നെ എടുത്ത് മൈനസ് ചെയ്യാൻ കാരണം ഇവിടെ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണ്, അതായത് 12 ഗ്യാപ്സ്, 12 നമ്പേഴ്സ് ആണ് ഇവിടെ ഉണ്ടാവുക. അപ്പൊ ഓരോന്നും ഒരു വാല്യൂ വീതം എക്സ്ട്രാ ലൈക് പ്രോഗ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് അവിടെ 12 തന്നെ എടുത്തത്. ഇവിടെ ഓഡ് നമ്പർ അല്ലെങ്കിൽ ഈവൻ നമ്പർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പാറ്റേൺ മാറും. ഇവിടെ ഓരോന്നിനും 2 വാല്യൂ വെച്ചിട്ട് എന്താണ് ഡിഫറൻസ് വരും. അപ്പൊ നമ്മൾ ഇവിടെ ഇൻറ്റു 2 ചെയ്യേണ്ടി വരും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരുന്നത്. ദി ആവറേജ് ഓഫ് 35 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 56. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ സ്മോളസ്റ്റ് നമ്പർ എന്ന് നമുക്ക് കാണാം. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാ വന്നിരിക്കുന്നത്? നിങ്ങളുടെ എത്രയാണ്? 35 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ഉണ്ട് അല്ലെ. പിന്നെ പറയുന്നത് ആവറേജ് എത്രയാണ്? ഈ പറയുന്ന ക്വസ്റ്റ്യനിൽ ആവറേജ് പറയുന്നത് 56 ആണ് അല്ലെ. 56 ആണ്. നിങ്ങൾക്ക് മനസ്സിലായത് ഗ്യാപ്സ് കണ്ടെത്തണം. അതായത് നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം എവിടെ എൻഡ് ചെയ്യണം എന്ന് അറിയില്ല. പക്ഷെ 35 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തന്നിട്ടുണ്ടല്ലേ. കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ്, സോറി ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ. അപ്പൊ കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ആണ് ഉള്ളത്. അപ്പം ആവറേജ് 56 ആണ്. നമ്മൾ ഗ്യാപ്പ് നോക്കാണ്. 35 ആയതുകൊണ്ട് തന്നെ ഗ്യാപ്സ് 34 ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ 56നെ മിഡിൽ പ്ലേസ് ചെയ്താൽ ഇങ്ങോട്ടേക്ക് ഒരു 34ന്റെ പകുതി എത്രയാണ്? 17 അല്ലേ. 17 നമ്പേഴ്സ് ഉണ്ടാവും. പുറകിലോട്ടും ഒരു 17 നമ്പേഴ്സ് ഉണ്ടാവും. ഇനി ഈ ഫൈനൽ നമ്പർ ഹയസ്റ്റ് വാല്യൂ ആണെങ്കിൽ ഓഡ് അല്ലെങ്കിൽ ഈവൺ ആണെങ്കിൽ നമ്മളിവിടെ ഇൻറ്റു 2 ചെയ്യണം. കാര്യം ഗ്യാപ്സ് എത്രയാണ്? ഓരോ ഗ്യാപ്പിന്റെ ഇടയിൽ 2 എന്ന് പറയുന്ന വാല്യൂവിന്റെ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താണ് ഇവിടെ ഗ്യാപ്പ് കണ്ടിട്ട് അതിന് 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ഓഡ് അല്ലെങ്കിൽ ഈവൺ നമ്പർ ആണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ ഈ ഗ്യാപ്സ് കാണില്ലേ, ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ആൻസർ കിട്ടും. 56 + 34 എന്നുള്ളത്. കാര്യം 17 × 2 തന്നെയാണ് 34. ആൻസർ എത്രയാണ്? 90 അല്ലെ. നമ്മുടെ ആൻസർ 90 ആണ് വരിക. അല്ലെങ്കിൽ ഇവിടെ ബാക്കിലേക്ക് പോവാണെങ്കിൽ 56 - 34 22 ആണ് വരിക. കത്തിയോ? അപ്പം ഇങ്ങനെ ഓർത്താൽ മതി. ആവറേജ് അല്ലെങ്കിൽ സോറി ഓഡ് അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് ചോദിക്കുന്ന സമയത്ത് കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ചോദിക്കുകയാണ്. ഇങ്ങനെ നമ്മൾക്കൊരു തലയും വാലും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷേ 35 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പർ അല്ലെങ്കിൽ ഈവൻ നമ്പർ ഉണ്ട്. അതിന്റെ ആവറേജും തന്നിട്ടുണ്ടെങ്കിൽ ആ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എത്രയുണ്ടോ -1 ചെയ്തിട്ട് ആ നമ്പർ ഇപ്പൊ ഹയസ്റ്റ് വാല്യൂ ആണെങ്കിൽ ആ നമ്പർ പ്ലസ് നമ്മളുടെ ആവറേജ് ചെയ്യുക. ലോവസ്റ്റ് വാല്യൂ ആണെങ്കിൽ ആ നമ്പർ മൈനസ് ഗ്യാപ്സ് ചെയ്താൽ മതി. ഇതാണ് നമ്മളുടെ ആൻസർ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി ആവറേജ് ഓഫ് 22 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് ഈസ് 72. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് ഓർ സ്മോളസ്റ്റ് നമ്പർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? 22 ഓഡ് നമ്പേഴ്സ് ആണ്. ആവറേജ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? ആവറേജ് 72 ആണ് അല്ലെ. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് 22 - 1 ആയിരിക്കും ഗ്യാപ്പ്, അതായത് 21 ആയിരിക്കും. ഹയസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 72 + 21 ആണ്, 93 ആണ്. ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 72 - 21 ആണ്, അതായത് 51 ആണ്. പറ്റിയോ? ഇതാണ് ആൻസർ. 93 51. അപ്പൊ ഇതൊക്കെയാണ് ആവറേജിൽ നിന്ന് വരുന്ന ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻസിൽ കണ്ടു ഏതൊക്കെയാണ്. nth ടേം കണ്ടെത്തുന്ന കാര്യം നോക്കി, കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ എങ്ങനെ ചെയ്യണം, അതുപോലെ തന്നെ ഈ ഡിവിസിബിൾ ബൈ 6 എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു ട്രിക്സ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ, ഇപ്പൊ ലാസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ എത്ര എളുപ്പത്തിൽ അതിന്റെ ആൻസർ കണ്ടെത്തിയാലേ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടി. പക്ഷെ നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് അറിയില്ലായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും. ഇത് എങ്ങനെ ചെയ്യുന്നു പോലും അറിയണ്ടാവില്ല. കാര്യം നമുക്ക് ആ സീരീസിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യണം എവിടെ എൻഡ് ചെയ്യണം ഇങ്ങനെ ഒന്നും ഒരു ക്ലൂസും തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഒരു ആവറേജിന്റെ ഈ ഒരു ട്രിക്സും ഷോർട്ട് കട്ട്സ് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ബേസിക് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ നമ്മൾ UGC നെറ്റ് എക്സാമിന് പൊതുവെ ചോദിച്ചു കാണാറുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ ഈ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കാര്യം പ്രാക്ടീസ് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു ട്രിക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊന്ന് രജിസ്റ്റർ ആവുള്ളൂ. അപ്പം പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ.